നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ ദാരിദ്ര്യം വളരെയേറെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളെ അവയുടെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെയായിരുന്നു നല്ല ആഹാരം കഴിച്ചിരുന്നതും നല്ല രീതിയിലുള്ള ജീവിത രീതിയും ആ കാലത്തുണ്ടായിരുന്നത്. പല കുടുംബങ്ങളിലെയും ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ 4, 5, 6, 10, 12 കുട്ടികളുണ്ടെങ്കിൽ അതിൽ എത്ര കുട്ടികളൊക്കെ പഠിക്കാൻ മിടുക്കരാണെങ്കിൽ പോലും ആദ്യത്തെ 1, 2 കുട്ടികൾക്ക് മാത്രമേ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വീട്ടുകാർക്ക് സാധിച്ചിരുന്നുള്ളൂ. മൂത്ത കുട്ടി പഠിച്ച് വളർന്നതിന് ശേഷം അത് തൊഴിൽ തേടി ഇളയ കുട്ടികളെ പഠിപ്പിക്കുകയും വിവാഹം കഴിച്ചു അയക്കുകയും ചെയ്യുന്നതായ സമ്പ്രദായം നമ്മൾ പലപ്പോഴും വായിക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു കാര്യം പറയാൻ കാരണം, കൂടല്ലൂർ എന്ന് പറയുന്ന പാലക്കാട്ടെ ഒരു ഗ്രാമത്തിൽ ഒരു വീട്ടിൽ 4 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 4ാമത്തെ കുട്ടി മെട്രിക്കുലേഷൻ പാസ്സായതിനു ശേഷം, ഇന്നത്തെ 12ാം ക്ലാസ്സിന് തുല്യമായ പരീക്ഷയാണ് മെട്രിക്കുലേഷൻ, കോളേജ് വിദ്യാഭ്യാസത്തിന് പോകാൻ വേണ്ടി പണമില്ലാതെ പട്ടിണിയുടെ അർത്ഥപട്ടിണി എന്നൊക്കെ പറയും വാക്കി നിൽക്കുന്ന സമയത്ത് മൂത്ത ജ്യേഷ്ഠൻ പഠിച്ച് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നതിന് ശേഷം അന്യനെ പഠിപ്പിക്കാമെന്ന് വിടുകയും അങ്ങനെ ഒരു വർഷം തൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് വൈകുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ശ്രീ MT വാസുദേവൻ നായർ സാർ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ കഥകളോടുള്ള അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം, മനുഷ്യ സ്നേഹത്തോട് അദ്ദേഹം കാണിച്ചിട്ടുള്ള ആർദ്രത ഒക്കെ അദ്ദേഹത്തെ ഏകാഗിയാക്കി മാറ്റിയിരുന്നു എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. എഴുതപ്പെട്ടതോ പറയപ്പെട്ടതോ ആയ ഒരു കാര്യത്തിൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹത്തെ ശകാരിച്ചു എന്നാണ് അറിയുന്നത്. പണ്ട് പല വീടുകളിലും ആഹാരം കഴിക്കുന്ന സമയത്താണ് വീട്ടുകാരെ എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ ആഹാരം കഴിക്കുന്നു. മക്കളൊക്കെ രാത്രി 12 മണിക്കും 11 മണിക്കും ഒക്കെ നമ്മുടെ രാത്രി കടകളൊക്കെ തേടി പോവുകയും അങ്ങനെ പല അപകടങ്ങളിൽ അവർ ചെന്ന് ചാടുകയും ചെയ്യുന്നുണ്ട്. അത് വേറൊരു സത്യസന്ധമായ കാര്യം. സന്ദർഭേന അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും അത്താഴം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് MT വാസുദേവൻ നായർ അച്ഛൻ അദ്ദേഹത്തെ വളരെയേറെ അപമാനിച്ച് സംസാരിച്ചു. ഈർന്നണിഞ്ഞ കണ്ണോടുകൂടി അദ്ദേഹം ആ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരാൾ നൽകിയ 2 രൂപയും കൊണ്ട് നാടുവിടുകയാണ് ഉണ്ടായത്. വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയും വിവിധ സ്ഥാപനങ്ങളിൽ ജോലി തെണ്ടി നടക്കുകയും ഒക്കെ ചെയ്ത ആ മനുഷ്യൻ അവസാനം കോഴിക്കോട് വന്ന് എത്തപ്പെട്ടു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു വിപ്ലവകര മാറ്റം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. പത്രപ്രവർത്തനായും വാഗ്മിയായും എഴുത്തുകാരനായും സിനിമാ സംവിധായകനായും കഥാകൃത്തായും കവിതാരചനയൊക്കെ നടത്തിയ ജ്ഞാനപീഠം നേടി നമ്മോട് യാത്ര പറഞ്ഞിരിക്കുകയാണ് MT വാസുദേവൻ നായർ. 1949 അദ്ദേഹം വിക്ടോറിയ കോളേജിൽ പഠിക്കുവാൻ കയറുന്നത്. രക്തം പുരണ്ട മൺതരികൾ എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി ആ സമയത്ത് പ്രസിദ്ധീകരിച്ചു. ഒരു പുസ്തകം പ്രകാശനം നൽകുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും വലിയ ചിലവേറിയ ഒരു കാര്യമാണ്. വായനയോടുള്ള ആൾക്കാരുടെ ആമുഖ്യം കുറഞ്ഞു വരുന്നതിനാൽ ഇപ്പോൾ അതൊരു വലിയ ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. പക്ഷേ MT എഴുതി തുടങ്ങിയ സമയം മുതൽ നാളിതുവരെ MTയുടെ കൃതികൾക്ക് പ്രചാരം തന്നെയാണ് ലഭിച്ചിരുന്നത് എന്ന വസ്തുത നാം മറക്കാതെ പോരുന്നു. അദ്ദേഹത്തിന് ഒട്ടനവധി സമ്മാനങ്ങൾ, അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. കാലിക്കറ്റ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തെ ഡീലിറ്റ് നൽകി അനുമോദിച്ചു. പത്മഭൂഷൺ, ഓടക്കുഴൽ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ് എന്ന് വേണ്ട കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം, അങ്ങനെ എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പല കഥകളും, ചരിത്രപരമായ കഥകളെ പലപ്പോഴും അദ്ദേഹം വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത് വ്യത്യസ്തമായ രീതിയിലാണ്. അതിലെടുത്തു പറയത്തക്ക ഒന്ന് ആണ് വടക്കൻ വീരകഥ. ചന്തു എന്ന ചതിയനെ നല്ല കഥാപാത്രമാക്കുകയല്ല അദ്ദേഹം ചെയ്തത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ സാഹചര്യങ്ങൾ അനുസരിച്ചോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ എപ്പോഴോ സംഭവിച്ച ഒരു കൈപ്പിഴയായിട്ടോ അല്ലെങ്കിൽ സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി ചന്തു എടുത്ത ഒരു എതിർപ്പ് നിൽപ്പോ ഒക്കെ ആവാം അവിടെ ഒരു മറ്റൊരാളുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും ചന്തുവിനെ ചതിയനാക്കിയതും എന്നാണ് MT വരച്ചു കാണിച്ചത്. അവയിലെ ഗാനങ്ങൾ ഇന്നും മലയാളിയുടെ സ്മൃതിപഥത്തിൽ
ഒരു മൂളലായി നിൽക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. അദ്ദേഹത്തിന് ധാരാളം ചെറുകഥകൾ വായിക്കുവാൻ അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിലൂടെയായിരുന്നു ഞാൻ എൻ്റെ വായനകൾ ആരംഭിച്ചത്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തെ കാണുവാൻ അവസരം ലഭിച്ചു. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരു പാർട്ടിയുടെ ഉന്നതനായൊരു നേതാവ് എനിക്കൊരു ശുപാർശ കത്ത് മാതൃഭൂമിയിലേക്ക് നൽകുകയുണ്ടായി. ആ ശുപാർശ കത്തും വാങ്ങിക്കൊണ്ട് ഞാൻ പ്രിയപ്പെട്ട MP വീരേന്ദ്രകുമാർ സാറിനെ കാണുവാൻ വേണ്ടി KP കേശവൻ റോഡിലുള്ള മാതൃഭൂമിയുടെ ഹെഡ് ഓഫീസിൽ ചെല്ലുമ്പോൾ എനിക്ക് അദ്ദേഹം അനുവാദം തന്ന് അദ്ദേഹത്തെ കാണുവാൻ ഉമ്മൻ തലവടി സാറിൻ്റെ കൊണ്ടാണ് ആൾ വന്നിരിക്കുന്നത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കാണുവാൻ അവസരം ലഭിക്കുകയും ആ സമയം അദ്ദേഹത്തിൻ്റെ റൂമിൽ MT വാസുദേവൻ നായർ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. വളരെ സൗമ്യതയോടുകൂടി ഇരിക്കുന്ന മനുഷ്യൻ അടൂരിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അടൂർ ഗോപാലകൃഷ്ണനെ പറ്റിയും അടൂർ ഭവാനിയെ പറ്റിയും പങ്കജത്തെ പറ്റിയും ഈവൻ എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനായ ഐരൂർ സദാശിവ സാറിനെ പറ്റിയൊക്കെ വാചാലനായി സംസാരിച്ചു. ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവമായി ഞാനതിനെ കാണുകയാണ്. എന്തായിരുന്നാലും അദ്ദേഹം ഇന്ന് വാഗ്മിയായ മനുഷ്യൻ, ആർദ്രതയുടെ മനസ്സിൻ്റെ ഉടമയായ അദ്ദേഹം ഓർമ്മയാവുകയാണ്. കോഴിക്കോട് സിതാരയിൽ നിന്നും അദ്ദേഹം ഇന്ന് പോയത് സ്മൃതി പഥത്തിലേക്കാണ്. സ്വർഗത്തിൻ്റെ വാതിൽ അദ്ദേഹത്തിന് വേണ്ടി തുറന്നിട്ടുണ്ടാകാം. അദ്ദേഹത്തിനുള്ള 2 മക്കളോടും 2 ഭാര്യമാരിലുണ്ടായിരുന്ന 2 മക്കളോടും ഒരുപോലെ സ്നേഹമുള്ള ഒരു നല്ല അച്ഛനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് സത്യം. എഴുത്തിന് എന്നും വലിയ ശക്തിയാണുള്ളത്. അവ ഒരിക്കലും നശിക്കുന്നില്ല. ഒരുപക്ഷെ ഇനി ഈ മക്കൾ എക്കാലവും അദ്ദേഹത്തെ ഓർത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രചനകൾക്കും അപ്പുറം അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ അവർക്ക് ലഭിക്കുന്ന ഓണറേറിയം കൊണ്ടാകാം. ഒരുപക്ഷെ മലയാള സിനിമയിലെ തിരക്കഥകൾ വായിച്ചു പഠിക്കുവാൻ പഠിപ്പിച്ചതും ഈ MT വാസുദേവൻ നായർ തന്നെയായിരിക്കും. അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലുള്ള, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു നല്ല സ്മൃതി കുടീരം അദ്ദേഹത്തിന് കേരള സർക്കാർ സ്ഥാപിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. ഒരിക്കലും ഇന്ത്യൻ സാഹിത്യത്തിൽ നിന്നോ കേരള സാഹിത്യത്തിൽ നിന്നോ അദ്ദേഹത്തെ എടുത്തു മാറ്റുവാൻ ആർക്കും സാധിക്കുന്നില്ല സത്യം നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ഇംഗ്ലീഷിലെ പല കഥകളും അദ്ദേഹം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൈവച്ച മേഖലകളിലെല്ലാം ആർക്കും അറിയാത്ത ഒരു സത്യം, അദ്ദേഹം മലയാള സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങളും എഴുതിയിട്ടുണ്ടെന്നാണ് സത്യം. ഒരു നല്ല കൂട്ടുകെട്ട്, MD ഹരിഹരൻ കൂട്ടുകെട്ടൊക്കെ തന്നെ മലയാളത്തിലെ നല്ല സിനിമകളുടെ ഉത്ഭവത്തിന് കാരണമായിട്ടുണ്ട്. അടക്കാനാവാത്ത ഒട്ടനവധി ആവേശപൂർവമായ കഥകളുടെ ഒരു കേന്ദ്രവും തലച്ചോറിലേറ്റിക്കൊണ്ടായിരിക്കാം അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇനിയും എഴുതപ്പെടാത്ത, ഓർമ്മയുടെ ചെപ്പിൽ അദ്ദേഹം കുറിച്ചു വെച്ച് പേപ്പറിലേക്ക് പകർത്തുവാൻ വേണ്ടി കാത്തിരുന്ന, വെമ്പൽ പൂണ്ടിരുന്ന കുറേയധികം കഥകൾ ഇനിയും ഉണ്ടായിരുന്നിരിക്കാം. കാലം അദ്ദേഹത്തെ നമ്മൾ നകത്തിക്കൊണ്ടുപോയി. എങ്കിലും അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ അകക്കുമ്പോഴും നാം ഓർക്കുക, MT അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നമ്മളിലൂടെ എന്നും മലയാള സാഹിത്യത്തിന് ഉൾക്കരുത്തായി നിലകൊള്ളും. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.